മെല്ലെ മെല്ലെ അവിടെ കണ്ടോ ഈ റോഡിൽ കൂടെയാണ് നമ്മൾ പോകണം. നമ്മുടെ വണ്ടി കയറും. മുമ്പി അപ്പം 4 വണ്ടി കയറ്റിയിട്ടുണ്ട്. ബാക്കി വണ്ടിക്ക് താഴെ വെച്ചിട്ടുണ്ട്. അതെ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പൈലി വ്ളോഗ്സ്. അപ്പോൾ കുറേ നാളായി നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ വന്നിട്ട്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മൾ ഏകദേശം 2 മന്തൊക്കെ ആയി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ കുറേ നാളിന് ശേഷം ചെറിയൊരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ പോകാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിനടുത്തുള്ളൊരു മലയിലോട്ടാണ് കേട്ടോ. വലിയ മലയാണെന്ന് ചോദിച്ചാൽ വലുതുമല്ല, പിന്നെ ചെറുതാണെന്ന് ചോദിച്ചാൽ ചെറുതുമല്ല. അത്യാവശ്യം ഒരു സൈസുള്ളൊരു മലയിലോട്ടാണ് പോകുന്നത്. നമ്മളതിനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയപ്പൊതി എന്നാണ് പറയുക. ശരിക്കും പറഞ്ഞാൽ അതൊരു എന്താ പറയുക, വിനോദസഞ്ചാര കേന്ദ്രമൊന്നുമല്ല, ഒരു പൂജ ചെയ്യുന്ന സ്ഥലമാണ്. ഈ കോഴിനെ ആടിനെയൊക്കെ വെച്ചിട്ട് പൂജ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ അവിടേക്ക് വണ്ടിയൊക്കെ കയറ്റാൻ പറ്റും. അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ വീടിനടുത്തുള്ള തന്നെയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. ജസ്റ്റ് ഒന്ന് പോകുമ്പോൾ ഒരു വ്ളോഗാക്കി ഇടുന്നു എന്നാണ് കേട്ടത്. നമ്മൾ കുറേ ദിവസമായി വ്ളോഗ് ഇട്ടിട്ട് നേരെ പോവുകയാണ്. നമ്മുടെ വീടിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പാറ എന്നാണ് നമ്മുടെ സ്ഥലപ്പേര്. അവിടുന്ന് ചിതലി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ചിതൽ എത്തിയിട്ട് അവിടുന്ന് റൈറ്റിക്കാണ് നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. റൈറ്റിക്ക് കുറച്ച് ദൂരം പോകാനുണ്ട് കേട്ടോ. ഫുള്ള് നമ്മുടെ വീട്ടേരിയ പോലെയുള്ള ഏരിയകളാണ്. ഫുള്ള് ആൾക്കാരുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. പിന്നെ കുറച്ച് ദൂരം മാത്രമാണ് കയറാൻ വരുന്നുള്ളൂ. അവിടെ ചില സമയങ്ങളിൽ ഭയങ്കര ടഫായിരിക്കും. ഞാൻ നിങ്ങളോട് ഇങ്ങോട്ട് വരണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. അതുപോലെ ഇത് ഒരിക്കലും ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ല. ജസ്റ്റ് നമ്മളിങ്ങനെ പോകാറുണ്ട്, അവിടെ പോയിട്ട് ചുമ്മാ ഇരിക്കാറുണ്ട്. അതേപോലെ ഞാൻ പോകുമ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ നമ്മുടെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇതാണ് ചിതലി കേട്ടോ, പാലക്കാട്ടിലാണ് ചിതലി കേട്ടോ. ചിതലിയിൽ നിന്ന് റൈറ്റ് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ആ റേഞ്ചൊക്കെ വരുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റിലോട്ടാണ് പോകേണ്ടത്. ഇതിപ്പോൾ റോഡ് കടന്നിട്ട് നേരെ അപ്പുറത്തിലോട്ട് പോകണം കേട്ടോ. നമ്മുടെ പിള്ളേരുണ്ട്, അവന്മാരിനെ കാണാനില്ല. അവന്മാർ അപ്പുറത്തോട്ട് പോയി അതാ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് സമയം നോക്കിയാൽ 5:51 6 മണിയായി. നമ്മൾ ഇനി വെയിറ്റ് ചെയ്യുന്നാൽ പണി കിട്ടും. കണ്ടോ, നമ്മൾ ഹൈവേ നോക്കുമ്പോൾ നല്ല വെളിച്ചം ഉണ്ടായിരുന്നു. ഇവിടെ കയറിയപ്പോൾ വെളിച്ചമൊക്കെ പോയി. അത്യാവശ്യം ചെറിയൊരു ഇരുട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്കൊരു 2 കിലോമീറ്ററൊക്കെ ഉണ്ടാവും. നമുക്ക് ഈ മലേൻ്റെ താഴത്തേക്കും പോകാൻ പറ്റും, മേലേക്കും പോകാൻ പറ്റും. നമ്മൾ മേലോട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് കുറച്ചൊരു വ്യൂ ഒക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു വ്യൂവിലൊക്കെ ഇരിക്കുക. അടിപൊളി വൈബൊക്കെ തന്നെയാണ്, നല്ല കാറ്റും ഒക്കെ തന്നെയാണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ കൊടുക്കാന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസും കാര്യങ്ങളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇനി മാക്സിമം നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാവും. നമ്മുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ എല്ലാം പെട്ടെന്ന് വരുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ മിസ്റ്റർ പൈലി എന്നുള്ള നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കാം കേട്ടോ. ഒരുത്തൻ വണ്ടി ക്ലിങ്കായി. പെട്രോൾ കഴിഞ്ഞാണോ ആവോ. $15 $16 കംപ്രഷൻ പോയി 17 1 2 പോയി. അതാണ് കംപ്രഷൻ പോയി. ഫുള്ള് പോയടാ കുട്ടാ. ഓയിൽ വരുന്നു. ഞാൻ നിന്നോട് ചോദിച്ചു അല്ലേ. ഒരുത്തനും കൂടി വരാണ്ടല്ലോ ഗൈസ്. ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാരെന്ന് പറയുമ്പോൾ ഭയങ്കര റഫായിട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളെന്ത് ചെയ്യാം, എല്ലാം പോവാം, സേഫായിട്ട്. കാരണം കുട്ടികളൊക്കെ കണ്ടോ, കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ്, പെട്ടെന്ന് ചാടാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ വെച്ചാൽ നമ്മളെല്ലാവർക്കും മാക്സിമം കസിൻസൊക്കെ ഉണ്ടാവും, കുഴപ്പമില്ല. കൊഴുങ്ങ ടാറ്റ. ഓക്കെ, സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഇവിടെ ഫുള്ള് കസിൻസും കാര്യങ്ങളൊക്കെയാണ്.
അതാണ് ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും വരുന്നു, സംസാരിക്കുന്നു. അതാണ് ഇവിടുത്തെ ഒരു സംഭവം. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് തന്നെ റോഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് നേരെ പോയിക്കാൻ കോറിയും കാര്യങ്ങളുമാണ്. നമ്മുടെ ഈ പാറപ്പൊടി, പാറക്കല്ല്, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം വരുന്നൊരു കോറി, വലിയ കോറി ഉണ്ട് ഇവിടെ. 2-3 കോറികളുണ്ട് ഈ ഭാഗത്തായിട്ട്. അപ്പോൾ ആ കോറിക്ക് പോണ വഴിയാണിത്. അതുകൊണ്ടാണ് ഓൾമോസ്റ്റ് ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നത്. പിന്നെ റോഡ് നല്ല മോശമാണ്, കാണിച്ചു തരാം. അതായത് ഇവിടെ നിന്ന് നേരെ പോയാലാണ് കോറിക്കുള്ള റോഡ്. നമുക്ക് പോകേണ്ടത് കുറച്ച് ദൂരം പോയിട്ട് ലെഫ്റ്റാണ്. അതാ അവിടെ ഒരു മഞ്ഞ ബോർഡുണ്ട്. വണ്ടിയിൽ നിന്ന് ചെറിയ സൗണ്ടൊക്കെ വരും. എയർ ഫിൽറ്ററിൻ്റെ ബോക്സ് കൂട്ടിയിരിക്കുകയാണ്. ഇതാണ് മലയ ഭഗവതി റോഡ്. ഇതാണ് ഞാൻ പറഞ്ഞത്, മലയ പൊതി എന്ന് പറഞ്ഞത്. അതൊരു വലിയ മലയുടെ മേലെ ഒരു അമ്പലമാണ്. നിങ്ങൾ ചിലവരും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അത്യാവശ്യം മോശമായ റോഡ് തന്നെയാണ്. ഇപ്പോൾ കുറച്ച് മാറിയിട്ടുണ്ട്. കുറച്ച് നാൾ മുന്നൊക്കെ ഭയങ്കര മോശമായിരുന്നു. അടിപൊളി അടിപൊളി അടിപൊളി. അത് വലിയ ഹില്ലൊന്നുമില്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. ചിലപ്പോൾ ഫസ്റ്റ് ടൈം വരുന്നവർക്കൊക്കെ ഭയങ്കര ഇതായിരിക്കും. പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരും വരരുത് എന്ന് അങ്ങനെ പറയില്ല. ഓക്കെ, അത്യാവശ്യം വൈകുന്നേരം ടൈമിലൊക്കെ ഇങ്ങനെ ഇരിക്കാം. കാരണം ഇവിടെ ലിക്കറിങ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഓക്കെ, ആൾക്കാർ കുറച്ച് സീനാണ്. അപ്പോൾ നമുക്ക് അറിയുന്ന ആൾക്കാർ, ഇവിടുത്തെ ആൾക്കാരായതുകൊണ്ട് നമുക്ക് കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വരുന്നുണ്ടവരങ്ങനെ വണ്ടിയും കൊണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ സമാധാനപരമായിട്ട് വരിക. ഓക്കെ, ഇവിടെയൊക്കെ പിന്നെ പോലീസിൻ്റെ ഏരിയയും കൂടിയിട്ടാണ്. അപ്പോൾ വരുന്നവരൊക്കെ സമാധാനപരമായിട്ട് വരിക, മെല്ലെ വരിക. നമ്മുടെ എന്തിനാണ് വരുന്നത്, നമ്മൾ ഈ സ്ഥലം കാണാനാണ്. അപ്പോൾ അത് കാണാൻ വരിക, പോവുക, അത്രയും മാത്രമേ ഉള്ളൂ. ഓക്കെ, വേറെ പരിപാടീസൊന്നുമില്ല. ഇവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട്. നമുക്കിങ്ങനെ കുറച്ച് എണീച്ചിട്ടൊക്കെ നിൽക്കാം. നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ ബോക്സ് പൊട്ടിയിരിക്കണോണ്ടേ അതിൻ്റെ ചെറിയൊരു സൗണ്ട് ഇട്ടോ. ഉള്ളൂ, അപ്പോൾ പാളിപ്പോയനെ. വണ്ടി എങ്ങനെ പോകുന്നതെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ ഫുള്ള് മണലാണ് കേട്ടോ, വഴുക്കി വീണുണ്ടല്ലോ. അയ്യോ 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 അയ്യോ. അങ്ങനെ ഒരു നിങ്ങളുടെ ടീമിലും ഉണ്ടാവും. എല്ലാവരും വണ്ടി ഓടിച്ച എൻജോയ്മെൻറ്റ് അവരുടെ ഫോണിൽ. നിങ്ങളുടെ ടീമിലുള്ള ഫ്രണ്ടിനെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യും. എന്തേ പോ, ആടെ ഞാൻ പോ. ഇത്രേ ഉള്ളൂ ഗായ്സ്. ഒരു റോഡ് നോക്കിട്ടോ. ഈ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് വ്യൂ കാണുന്നില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ടയർ വഴുക്കി. റോഡൊക്കെ ഭയങ്കര മോശമാണ് കേട്ടോ. കണ്ടോ, ഈ റോഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വണ്ടി കയറും. മുമ്പി വേണ്ട, ഹെൽമെറ്റ് ക്യാമറയിൽ തട്ടി വന്നു. എന്നാ ചില്ലൊന്നും പൊട്ടിയില്ലല്ലോ. നിന്നെയൊക്കെ ഞാൻ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടിട്ടുണ്ട്. അയ്യോ, മുഖം കണ്ടിട്ടുണ്ടാവില്ലേ. ഇതാണ് റോഡ് കേട്ടോ. അതാ വണ്ടി പോകണം നോക്കിയേ. റോഡ് ഇത്തിരി ടാസ്ക് കുറച്ച റോഡാണ്, കണ്ടില്ലേ. നമുക്ക് ഇതേയും പോവാം. അത് പോയി കണ്ടില്ല, അവന്മാർ വരുന്നുണ്ടല്ലേ. അതിൽ കൂടെ പോകാം. റോഡൊക്കെ ഭയങ്കര മോശമാണ്. ഹായ് ഗൈസ്, പറയടാ വാ. പോടാ. ഓക്കെ, നമ്മൾ കയറും. നമ്മൾ സിമ്പിൾ. യെസ്. വേണ്ടില്ല, ഇവിടെ വെച്ചിട്ടൊക്കെ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവന്മാർ അതിയെ പോകണം, കുറച്ച് പേര് ഇതിയെ പോകണം. നമുക്കറിയാമല്ലോ, കാണുമ്പോൾ തന്നെ നമ്മളെപ്പോഴും വരുന്ന ആൾക്കാരാണ്.
കണ്ടില്ലേ മല അല്ല ഇത് എങ്ങനെ ഇറക്കാനാണെന്ന് ആലോചിക്കുക. അത് ഞാൻ നിന്നിട്ട് അത് സിമ്പിളായിട്ട് ഒരു സീനും ഇല്ലാണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കുറേ വട്ടം വരുന്നതല്ലേ, അതുകൊണ്ടാണ്, വേറെ ഒന്നല്ല. ഫസ്റ്റ് ടൈം വരുന്നവരോട് ഞാൻ നിർബന്ധിക്കില്ല കേട്ടോ. വണ്ടി അവിടെ വെച്ചിട്ട് നമുക്ക് നടന്നും കയറാം. ഇതൊക്കെ നടന്നു വന്നാൽ മതി. അല്ലെങ്കിൽ താഴത്തു കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അധികം വരാൻ പറ്റും. നമ്മൾ സീനാണ്. പോണുണ്ടോ? പുല്ല്. അയ്യോ കുഴി. ഓട്ടെ, ഇത് വഴുക്കുന്ന കേട്ടാ. മെല്ലെ അവിടെ ഇത്തിരി ഇത് നോക്കണം, ഫുള്ള് ചാലാടാ. അടുത്ത വണ്ടി അങ്ങനെ വാ. ആ സൈഡിൽ കൂടെ പോട്ടെ, ആ സൈഡിൽ കേറ്റ്. അതത്രേ ഉള്ളൂ. അതിൽ കൂടെ റേസി അത്രേ ഉള്ളൂ. അയ്യോ ഇത് കേറടാ, കേറില്ലേ? ഇത്രേ ഉള്ളൂ. നമുക്ക് ഇതേ കയറ്റി നോക്കിയാലോ? ഇതേ കയറോ? ഹാടാ തമ്പുരാനേ. നോക്കാം, നമുക്ക് മെല്ലെ കയറ്റിയാൽ മതി. ഇങ്ങനെ കയറി അപ്പോൾ ഈ ലോക്കാകുമ്പോൾ ലോക്കായി. ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം? അങ്ങോട്ട് ഓടിച്ചിട്ട് അത്രേ ഉള്ളൂ. ഇനി അതാണ് നമ്മുടെ വ്യൂവും കാര്യങ്ങളൊക്കെ. മാറി ആ വണ്ടി എല്ലാവരുടെ ട്രെയിനിലും പോവും, നമ്മുടെ വണ്ടി അങ്ങനെ പോവില്ല. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ 4 വണ്ടി കയറ്റിയിട്ടുണ്ട്, ബാക്കി വണ്ടിക്ക് താഴെ വെച്ചിട്ടുണ്ട്. എക്സ്പൾസ്, ബുള്ളറ്റ്, V3 ഇൻടോർക്ക്. നമ്മുടെ വണ്ടീൻ്റെ ഫ്രണ്ട് നല്ലോണം സ്റ്റെമ്മ് ഹൈറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചളിയായ പരിപാടി. ഇവിടുത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം കൈസ്. ഇതാണ് വ്യൂ കേട്ടോ. ഇതാണ് നമ്മുടെ വ്യൂ. അപ്പുറത്ത് നെല്ലിയാമ്പതി മല, അത് ഓൾമോസ്റ്റ് ഒക്കെ കാണാം. അതവിടെ നിന്ന് വെള്ളം വരുന്നുണ്ട്, അങ്ങനെ കാണാം. അതാണ് വീഴുമല, അവിടെ ഉരുൾപൊട്ടിയതൊക്കെ നമുക്ക് കാണാം. അവിടെ നമുക്ക് നേരെ പോയി നമ്മൾ വന്ന വഴി എത്തും. അതുപോലെ തന്നെ ഇത് അങ്ങോട്ട് പോയി എരുമൂരും എത്തുണ്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ, അടിപൊളിയാണ്. ഇനി അപ്പുറത്ത് ആ വലിയ പാറയ്ക്കൊക്കെ പോകാൻ പറ്റും. എന്താ ഒരു കോഴി നിങ്ങളുടെ നിങ്ങൾക്ക് ഇതിലുണ്ടാവും ഇങ്ങനത്തെ ഒരു സാധനം. പക്ഷെ പാവം ഉണ്ടാവൻ, അവന് സംസാരിക്കട്ടാ, നിൽക്കുക ആളിലെ വെച്ചിട്ട്. അപ്പം അതാണ് അമ്പലം, മലയപ്പുതി. അവിടെയാണ് കോഴീൻ്റെയും സംഭവങ്ങളും പൂജയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി അപ്പുറത്ത് അങ്ങനെ ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണത്. കൊള്ളാം അല്ലേ, കൊള്ളാം. അപ്പം അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സ്ഥലം ഞാൻ പറഞ്ഞത്. ഇതാണ് നമ്മുടെ വന്ന കൂട്ടുകാർ. ഏട്ടാ നമസ്കാരം, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. പേരെന്താ ഏട്ടാ? ഏട്ടെന്നാ ട്രാവൽ ഏട്ടാ.
അപ്പോൾ ഓക്കെ അതൊരു കോറിയാണ്. പിന്നെ അപ്പുറത്ത് വലിയ കോറി ഉണ്ട്. ആ കോറിയിൽ ഏറ്റവും അറ്റത്ത് 2 ചെറിയ സാധനങ്ങൾ കണ്ട് 2 വലിയ ലോറിയാണ്. ടോറസ് നോക്ക്. ആ അതെ അതെ. അപ്പുറത്ത് വലുതൊരെണ്ണം കണ്ടോ ആ മലേൻ്റെ അവിടെ നിന്ന്? അതേത് ഹോസ്പിറ്റല്? അതെന്താ നമ്മൻ്റെ ഏതാ ഫോണ്? പുതിയ ഫോൺ എടുത്ത് ബൈ S24 അട്ടാ. ഇതിൽ കാണില്ല കേട്ടോ ഗൈസ്. ഇത് നോക്ക്, ഇത് കിട്ടി. പക്ഷേ സംഭവം എന്താ ഇതെന്തോന്ന് തോന്നുന്നു. ആ ഗൈസ്, ഇത് എത്ര ലോങ് ആണെന്ന് അറിയോ നിങ്ങൾക്ക്? ഞാൻ കാണിച്ചു തരാം കേട്ടോ. എവിടെ ഇത് സാധനം? ഇതാണ് കണ്ടത്. ഇത് എത്ര ദൂരമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ വന്ന് 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 ഇത്ര വരും, ഇത്ര വരും, ഇത്ര വരും. എവിടെ അത്? ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത് ഗൈസ്. അത്രേ ഉള്ളൂ. എവിടെ ആളെവിടെ? ഇവിടെ ഉണ്ട്. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ പാലക്കാട് ചിതലി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മളിങ്ങനെ കയറി വരുന്ന സ്ഥലമാണ്. ഇനി നമ്മൾ പോണ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതേപോലെ ഭയങ്കരമായിട്ട് ഇതൊക്കെ കയറി വരുന്നൊരു വണ്ടിയാണ് KL 09AN B2797 എന്നുള്ള വണ്ടി. സൂപ്പർ വണ്ടി, എക്സ്പൾസ് ആണ്. 2022 അല്ലേ? നമുക്ക് കണ്ടറിയാം. 2022 മോഡൽ വണ്ടിയാണ്. എത്ര രൂപയാണ് ചോദിക്കുന്നത് നിങ്ങൾ? ഈ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക, വാട്സപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ വണ്ടിന് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനെടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ഞാൻ ചുമ്മാ ചെയ്തൊരു വ്ളോഗായിരുന്നു. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് അടിപൊളി ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്ന വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടുമായിരുന്നു. കാരണം വയനാട് ഒരു പ്രശ്നം വന്നുകൊണ്ടാണ് നമ്മൾ പിന്നെ എങ്ങോട്ടും പോകാണ്ടിരുന്നത്. അത്രയും വലിയ കാര്യങ്ങൾ ഉരുൾപൊട്ടലും ഇതൊക്കെ വന്നപ്പോൾ നമ്മൾക്കും പേടിയായി. പിന്നെ ഇങ്ങനൊരു സംഭവത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ജാളി അടിച്ച് നടക്കുന്ന ഒരു കാരണത്തോളം ശരിയല്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പോകാണ്ടിരുന്നത് കേട്ടോ. പിന്നെ വ്ളോഗും കാര്യങ്ങളൊന്നും വരാണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ട് നമ്മുടെ വ്ളോഗ് നിർത്തുകയാണ്. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കാര്യങ്ങൾ പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റ. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. ടാറ്റ.